കേരളത്തിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് സർവീസ് മാട്രിമോണി സ്ഥാപനമായ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പുതിയ ശാഖ മഞ്ചേരിയിൽ പ്രവർത്തനം തുടങ്ങി. ഇന്റിമേറ്റിന്റെ 23ാമത് സർവീസ് ബ്രാഞ്ചാണ് മഞ്ചേരിയിലേത്. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും അധികം വിവാഹങ്ങൾ ഒരുക്കിയ മാട്രിമോണി സംവിധാനമായ ഇന്റിമേറ്റിന്റെ സേവനപാതയിൽ പുരോഗതിയുടെ പുതിയ വഴിത്തിരിവാകും മഞ്ചേരി കേന്ദ്രമായുള്ള പ്രവർത്തനം. 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇന്റിമേറ്റ് മാട്രിമോണിയിൽ മഞ്ചേരി ശാഖയുടെ ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാവിധ രജിസ്ട്രേഷൻ പാക്കേജുകൾക്കും ഈ മാസം പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം വിവാഹാന്വേഷകർ സന്ദർശിക്കുന്ന വെബ്സൈറ്റായ www.intimatematrimony.com വഴിയും മൊബൈൽ ആപ്പ് വഴിയും ഇന്റിമേറ്റ് സേവനങ്ങൾ ലഭ്യമാണ്. പുതുതലമുറ വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ 500-ലധികം സ്റ്റാഫുകളുമായി ആയിരക്കണക്കിന് വിവാഹങ്ങൾ നടത്തുന്ന ഇന്റിമേറ്റ് മാട്രിമോണി കേരളീയ സമൂഹത്തിന് നൽകുന്ന സംഭാവന മാതൃകാപരമാണെന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത UA ലത്തീഫ് MLA പറഞ്ഞു. വിവാഹത്തിന്റെ മോഡലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാട്രിമോണി തന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം മാട്രിമോണികളാണ് കാണുന്നത്. അത് നായർ മാട്രിമോണി, നിക്കാഹ് മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, ധാരാളം. ഇതൊന്നും ഇല്ലാതെ ഇന്റിമേറ്റ് മാട്രിമോണി എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇവിടെ ശ്രീ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ജില്ലകളിൽ വിരോധമുള്ള ഈ ഇന്റിമേറ്റ് മാട്രിമോണി അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മഞ്ചേരിയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിളിച്ചിട്ടുകയാണ്. മഞ്ചേരി ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച മലപ്പുറം ജില്ലയിലുള്ള പെൺകുട്ടികൾക്ക് സൌജന്യ രജിസ്ട്രേഷൻ സൌകര്യം ഇന്റിമേറ്റ് ഒരുക്കിയിട്ടുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ യുവതികൾക്കും നിർധനർക്കും രജിസ്ട്രേഷൻ ഫീ സൌജന്യമാണ്. അനാഥ കുടുംബങ്ങളിലെ യുവതികൾക്ക് സേവനം പൂർണ്ണമായും സൌജന്യമാണെന്നും മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് PR കണ്ണൻ അറിയിച്ചു. ഇന്റിമേറ്റ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന കസ്റ്റമറുടെ കൂടെ വിവാഹം ശരിയാകുന്നത് വരെ ഞങ്ങളുടെ 500-ൽ പരം സ്റ്റാഫുകൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ഓഫീസിൽ തന്നെ ഏതാണ്ട് 30-ൽ പരം സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലുമായി 500-ൽ കൂടുതൽ സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്ന ഏക മാട്രിമോണിയാണ് കേരളത്തിലെ ഇന്റിമേറ്റ് മാട്രിമോണി. ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈ മാട്രിമോണിയുടെ പേര് തട്ടിപ്പടർത്തുന്നുണ്ട്. എന്നാൽ ഇന്റിമേറ്റ് മാട്രിമോണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കസ്റ്റമറിൽ നിന്നും ഫീസ് വാങ്ങിയാൽ ഒരു മീഡിയേറ്റർ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നു മുതൽ വിവാഹം വരെ ഇന്റിമേറ്റ് ഉണ്ടാകും കൂടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങൾ തൃശ്ശൂരിൽ തുടങ്ങിയിട്ട് ഇക്കാലം അത്രയും കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഇന്റിമേറ്റ് മാട്രിമോണി മുഖാന്തരം വിവാഹം കഴിഞ്ഞ ശശി തറയലിൻ്റെ മകൻ്റെ മാരേജിന് വേണ്ടി ഇപ്പോൾ ഇന്റിമേറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളുടെ ഉണ്ട്. അതായത് 2 തലമുറ ഇന്റിമേറ്റ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. കേരളമെങ്ങും ബ്രാഞ്ചുകളുള്ള ഇന്റിമേറ്റ് മാട്രിമോണി കഴിഞ്ഞ 6 മാസത്തിനകം മലപ്പുറം ജില്ലയിൽ 2ാമത്തെ ബ്രാഞ്ചും തുടങ്ങാൻ കാരണം തങ്ങളുടെ സേവനത്തിലൂടെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആയതുകൊണ്ടാണെന്നും ഉടൻ തന്നെ തിരൂരിൽ പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റിമേറ്റ് മാട്രിമോണി 4 നൂറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കല്യാണം നടത്തിയിട്ടുള്ളത് ഈ മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ 2ാമത്തെ ബ്രാഞ്ച് മഞ്ചേരിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ ബ്രാഞ്ച് തിരൂരിൽ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന മാട്രിമോണി സർവീസാണ് ഇന്റിമേറ്റ് മാട്രിമോണി. ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു മാട്രിമോണികൾ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി വീണ്ടും ഫീ വാങ്ങുന്ന റിന്യൂവൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അസിസ്റ്റഡ് മാട്രിമോണിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്റിമേറ്റ് മാട്രിമോണിയിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ സർവീസ് ഉണ്ടാകും. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ് എന്ന് വെച്ചാൽ വീണ്ടും റിന്യൂവൽ ഫീസ് അടയ്ക്കേണ്ടതില്ല.
അസിസ്റ്റന്റ് സർവീസാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ KP ഷാജു ഭദ്രദീപം കൊളുത്തി. വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് M നിസാർ അലി കുട്ടിയാൽ, ഡയറക്ടർ PC ഗോപാൽ, AGMമാരായ P അഭിലാഷ്, ഷൈൻ, സോണൽ മാനേജർ രാജേഷ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റൌഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബിസിനസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്.